എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകകപ്പ് കിരീടം രോഹിത്തിന് കൊടുത്തപ്പോൾ ഉണ്ടായ സംഭവത്തെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ കഴിഞ്ഞ 12 വർഷങ്ങൾക്കു ശേഷം ഇന്ത്യ വീണ്ടും ഒരു ലോകകപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ്. ആഫ്രിക്കയെ മലർത്തി അടിച്ചാണ് ഇന്ത്യ ഇന്നും വിജയം സ്വന്തമാക്കിയത്. ഇന്നത്തെ മത്സരത്തിൽ ഇരു ടീമുകളും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. രോഹിത് എന്ന നായകന് കീഴിൽ ആദ്യമായാണ് ഇന്ത്യ ലോകകപ്പ് ജേതാക്കൾ ആകുന്നത്. ഇന്ന് നടന്ന ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യ ആദ്യം ആധിപത്യം പുലർത്തിയെങ്കിലും പിന്നീട് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ 1 വിറപ്പിച്ചു. ഇവിടെ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചത്. 59 പന്തിൽ 76 ആണ് കോഹ്ലി ഇന്ന് അടിച്ചുകൂട്ടിയത്. മാൻ ഓഫ് ദി മാച്ച് അവാർഡും കോഹ്ലിക്ക് ലഭിച്ചു. സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗിൽ ക്ലാസൻ ഇന്ത്യയെ വിറപ്പിച്ചെങ്കിലും അവസാനം ആഫ്രിക്ക ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തി. രോഹിത് തങ്ങളുടെ ആദ്യ ലോകകപ്പ് കിരീടം ഏറ്റുവാങ്ങുമ്പോൾ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന ആരാധകർ സന്തോഷത്താൽ കരഞ്ഞിരുന്നു. രോഹിത് എന്ന ആരവം ആയിരുന്നു ഇന്ന് സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിന്നത്. ഇന്ന് രോഹിത് ലോകകപ്പ് വാങ്ങിയ ശേഷം അത് യുവതാരങ്ങൾക്ക് കൊടുത്തു. ഫോട്ടോ എടുക്കുമ്പോൾ പോലും രോഹിത് യാതൊരു അഹങ്കാരവുമില്ലാതെ ആണ് നിന്നത്. ഇത് രോഹിത്തിന്റെ സിംപ്ലിസിറ്റി തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഈയൊരു ലോകകപ്പ് നേട്ടത്തിൽ രോഹിത് വലിയ പങ്കാണ് വഹിച്ചത്. രോഹിത് തന്നെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ നായകൻ എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇനിയൊരു വേൾഡ് കപ്പ് മത്സരത്തിൽ ഇന്ത്യൻ നിരയിൽ രോഹിത് ഉണ്ടാവില്ല എന്നതാണ് ആരാധകരെ സങ്കടത്തിൽ ആക്കുന്നത്. ഇന്ത്യ അർഹിച്ച കിരീടമാണ് ഇന്ന് സ്വന്തമാക്കിയത്. ഈയൊരു വേൾഡ് കപ്പിൽ അപരാജിത കുതിപ്പാണ് ഇന്ത്യ നടത്തിയത്. മറ്റൊരു ടീമിന് പോലും ഇന്ത്യയെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. ഈ ഒരു ലോകകപ്പ് ഇന്ത്യ കൊണ്ടുപോകും എന്നായിരുന്നു പ്രവചനം. ഇപ്പോഴിതാ അതും സംഭവിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ ആരാധകർക്കും മലയാളി ആരാധകർക്കും ആഘോഷിക്കാൻ പറ്റിയ ഒരു രാവിലെ തന്നെയാണ് ഇന്നത്തെ ഇത്. അപ്പോൾ ഇന്ത്യയുടെ വിജയത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ? അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.